ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വീഡിയോ എന്തിനെക്കുറിച്ചായിരിക്കുമെന്ന് ഏകദേശമൊക്കെ നിങ്ങൾക്കൊരു മനസ്സിലായിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, നമുക്കെല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ് നമ്മുടെ പയർ. പക്ഷേ നമ്മൾ വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യണം എന്ന് വിചാരിച്ച് വിത്ത് പാവി കൊടുത്ത് വളമിട്ട് കൊടുത്തെന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മൾ വിചാരിക്കുന്ന അത്ര രീതിക്ക് നല്ലൊരു വിളവ് കിട്ടണമെന്നില്ല. അപ്പം നല്ലൊരു വിളവ്, മികച്ചൊരു വിളവ് പയർ കൃഷിക്ക് കിട്ടാനായിട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ കൊടുക്കണം, എന്തൊക്കെ അതിൻ്റെ അകത്ത് കെയർ ചെയ്യണം, പിന്നെ അതിനെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു അറിവ്, എനിക്കറിയാവുന്ന എൻ്റെ ഒരു അറിവ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നോക്കിയേ ഗൈസ്, എൻ്റെ പയറുകളൊക്കെ വിളവെടുക്കേണ്ട ഒരു പാകമായിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇത് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പയറുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്നൊക്കെ പറയാം. ആദ്യമേ ഒരുമാതിരി കുരുടിച്ചിരുന്ന ഒരുപാട് പൂക്കളുണ്ടാവുമായിരുന്നെങ്കിൽ ആ പൂക്കളെല്ലാം കുരുടിച്ച് പോകുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഞാനൊരു മരുന്ന് ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന പൂക്കളെല്ലാം തന്നെ പയറായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അത് വളരെ ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഞാൻ ചെയ്തതെന്നും എങ്ങനെയൊക്കെയാണ് കെയർ ചെയ്തതെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യമായിട്ട് ഞാനൊരു പയർ പാവുന്നത് തൊട്ട് കാണിക്കുകയാണ്, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഗ്രോ ബാഗിൽ ട്രീറ്റ് ചെയ്ത മണ്ണാണ് എടുത്തിരിക്കുന്നത്. ഡോളോമൈറ്റൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. അപ്പോൾ ഞാൻ പയറിൻ്റെ വിത്തുകൾ ഇങ്ങനെ പൊളിച്ചെടുക്കുവാണേ. എടുത്തിട്ട് ഇത് ഞാനിടാൻ പോവുകയാണ്. നമ്മുടെ വിരലുകൊണ്ട് തന്നെ ഈ ചെറിയ ഈർപ്പമുള്ള മണ്ണായിരിക്കണം. അതിൻ്റെ അകത്ത് 2 മണി വീതം ഓരോന്നിലിടുകയാണ്. ചിലർ ഇതിനെ ഒന്ന് വെള്ളത്തിലൊക്കെ 6 മണിക്കൂറൊക്കെ വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്തും അല്ലാണ്ട് കോട്ടൺ തുണിയിലൊന്ന് മുളപ്പിച്ചൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെയല്ല, നേരിട്ട് തന്നെ അങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ 2 മണി വീതമാണ് ഓരോ ഈ കുഞ്ഞു വിരൽ കൊണ്ട് ഓരോ കുഞ്ഞു ഹോളുണ്ടാക്കിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ 2 മണി വീതം ഇടുകയാണ്. ഇതിപ്പം മൊത്തം 4 ഹോളുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 8 മണി, ഒരു ഹോളിൽ 2 മണി വെച്ച് 8 മണി ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കൈവെള്ളം കുടഞ്ഞു കൊടുക്കാം. കൈവെള്ളം കുടഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പുതയിട്ട് കൊടുക്കാവുന്നതാണ്. 2 ദിവസത്തിനകം വെച്ച് ഒരു 3 ദിവസത്തിനുള്ളിൽ ഇത് മുളച്ച് കയറി വരുന്നതാണ്. പിന്നെ കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ തൽക്കാലം ഒന്നും ചെയ്യേണ്ട. ഇത് ഡോളോമൈറ്റ് ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണായതുകൊണ്ട് കീടനാശിനികളൊന്നും തൽക്കാലം ഒന്നും ചെയ്യേണ്ട. ഇതൊന്ന് ഒരു 2 ഇല പരുവമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്യൂഡോമോണസ് കലക്കി ഒരല്പം കലക്കി ഇതിൻ്റെ ചോട്ടിലൊന്ന് തളിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു പയർ വളരെ ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇതിന്നിപ്പം വള്ളി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് പയർ ചെറിയ ചണം കൊണ്ട് ഒരു കമ്പങ്ങാൻ ഇവിടെ കുത്തി കൊടുത്തിട്ട് ചണം കൊണ്ട് ഇത് അശയിലോട്ട് പടർത്തി കൊടുക്കാവുന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു വിളവ് കിട്ടത്തുള്ളൂ. നമ്മൾ എത്രത്തോളം ഈ പടർന്ന് പിടിക്കുന്ന ഏത് സസ്യമാണെങ്കിലും, അതിപ്പം പയറായാലും പാവയ്ക്കയാണെങ്കിലും കോവയ്ക്കയാണെങ്കിലും അങ്ങനെ ഏതൊരു പ്ലാന്റ് ആണെങ്കിലും നമ്മൾ എത്രത്തോളം അവർക്ക് വിശാലമായിട്ട് പടർന്നു പോകാനുള്ളൊരു പന്തൽ സജ്ജമാക്കി കൊടുക്കുന്നോ അത്രത്തോളം നല്ലൊരു വിളവായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. കാരണം നമ്മൾ നല്ലൊരു പന്തലിട്ട് കൊടുത്താൽ മാത്രമേ അതിൽ നിന്ന് കൂടുതൽ വള്ളികളുണ്ടായി കൂടുതൽ വശങ്ങളിലോട്ട് അവയ്ക്ക് പടർന്നു കയറി പോകാൻ പറ്റത്തുള്ളൂ. അതുമാത്രമല്ല, ഇങ്ങനെ പടർന്നു പിടിക്കുന്ന സസ്യങ്ങളെല്ലാം വളരെ വെയിലുള്ള ഭാഗത്ത് തന്നെ വേണം നമ്മൾ നടുവാനായിട്ട്. ഇപ്പം ഗ്രോ ബാഗ് ആണെങ്കിൽ നല്ല വെയിലുള്ളൊരു സ്ഥാനത്ത് നമ്മൾ വയ്ക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ആദ്യം വളമായിട്ട് ഞാൻ കൊടുക്കുന്നത് സ്യൂഡോമോണാസ് കലക്കി ഒഴിക്കും. ഒരാഴ്ച കഴിഞ്ഞിട്ട് കലക്കി ഒഴിക്കുമെന്നും പറഞ്ഞ് ഭയങ്കരമായിട്ടല്ല, ഒരല്പം സ്യൂഡോമോണാസ് 1 ലിറ്റർ, ഒരു 5 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് മറ്റുള്ള വളങ്ങൾ ചെയ്താൽ മതിയാവും. നമ്മുടെ പയർ ചെടിയെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് വളർത്തി പിച്ചാറായി പൂവിടുമ്പോഴത്തേക്ക് നമുക്ക് തോന്നും ഒത്തിരിയും പയറുകൾ കിട്ടും, വളരെ ഹെൽത്തി ആയിട്ട് നമ്മളെ ചുവടൊക്കെ നല്ല ഹെൽത്തിയാണ്, നമ്മൾ നല്ല കെയറൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ നല്ലൊരു വിളവ് തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മൾ വിചാരിക്കുന്നൊരു വിളവ് കിട്ടത്തില്ല. അത് പയർ കുറച്ച് പിടിച്ചു വന്നിട്ട് അതങ്ങ് ചുരുങ്ങിയങ്ങ് പോവുകയാണ്, ഒരു ചുരുണ്ട് പോകണമെന്നൊരവസ്ഥയിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ സംഭവിക്കുന്നതിന് ഞാൻ പല ട്രീറ്റ്മെൻറ്റും ചെയ്തു നോക്കി, പക്ഷേ അതൊന്നും സക്സസ് ആയില്ല. പിന്നെയാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്ന
നമ്മളൊരു ടിപ്പായിട്ടുള്ളൊരു വളരെ സീക്രട്ടായിട്ടുള്ളൊരു മരുന്നാണ് ഞാനിവിടെ ഇപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. സൾഫെക്സ് എന്നും പറഞ്ഞൊരു മരുന്നാണത്. അത് നമ്മുടെ ഈ ചെടികളുടെ അഗ്രോ ഷോപ്പുകളിലും വളക്കടകളിലൊക്കെ കിട്ടും. അത് നമ്മൾ ചെയ്യാനുള്ളത് ഈ സൾഫെക്സ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് നമ്മുടെ സ്പ്രെയർ ബോട്ടിലിൽ ചേർത്തതിന് ശേഷം നമ്മുടെ പയറ് ചെടിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ പടർന്നു വരുന്ന വള്ളികളിലും ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമ്മുടെ ഈ ഒരു പയർ കണ്ടോ വളർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ ഇങ്ങനത്തെയുള്ള പയറുകളിലൊക്കെ നമ്മളിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിങ്ങനെ അപ്പം പൂക്കളായാലും നമ്മളെ പൂക്കളിലൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത് ആ പൂ നശിച്ച് പോകത്തുമില്ല. വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുരടിക്കൊന്നും ചെയ്യാണ്ട് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പയർ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ ഈ ട്രീറ്റ് ചെയ്യുന്നതിന് മുന്നേ വന്ന ഇലകളാണ്, നാശമായിരിക്കുന്നുണ്ടോ ഒരുമാതിരി മഞ്ഞളിച്ചൊക്കെ. ഈ മഞ്ഞളിപ്പ് രോഗം മാറുന്നതിനും ഈ സൾഫെക്സ് വളരെ നല്ലൊരു മരുന്ന് തന്നെയാണ്. 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയതിന് ശേഷം നന്നായിട്ട് യോജിപ്പിക്കണം. എന്നതിന് ശേഷം മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കകം വെച്ച് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. ഒരു മാസത്തിലൊരു തവണ മാത്രം ഇങ്ങനെ നമ്മുടെ പയർ ചെടികളിൽ തെളിച്ചു കൊടുത്താൽ മതിയാവും. വളരെ നല്ലൊരു റിസൾട്ട് ഈ പയറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. നല്ലൊരു മികച്ചൊരു വിളവ് കിട്ടുന്നതിന് ഇത് നമ്മളെ സഹായിക്കുന്നതാണ്. ഞാനിതൊക്കെ ഒന്ന് പിച്ചി എടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. ഇതിപ്പോൾ തോരൻ വയ്ക്കാനോ മെഴുക്ക് പുരട്ടാനൊക്കെ ഉള്ളതായിട്ടുണ്ട്. പിന്നീട് നമുക്ക് ചെയ്യാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് നിറയെ പൂക്കളുണ്ടാവാനായിട്ട് നമുക്ക് ബോറോൺ മിശ്രിതം നമ്മുടെ പയറിൻ്റെ ചുവട്ടിൽ കലക്കി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സൾഫെക്സ് തളിച്ചതിന് ശേഷം ഒരുപാട് മുട്ടുകൾ വന്നിട്ടുണ്ട്. ഇവയ്ക്കൊന്നും കീടബാധയൊന്നും ഇല്ല. അതേ കണക്ക് തന്നെ നമ്മുടെ പയറിൻ്റെ ചുവട്ടിൽ നമുക്ക് തോനെ പൂക്കളുണ്ടാവാനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മരുന്നെന്ന് വെച്ചാൽ നമ്മുടെ പയർ ക്ഷീണിച്ച് നിൽക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കതിന് ചെയ്യാൻ പറ്റുന്നൊരു പ്രധാന ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ, ഒരു കെയർ എന്ന് വെച്ചാൽ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ 5 ഗ്രാം ബോറോൺ ഒരു മൂലകമാണ്. അത് ഈ പ്ലാന്റ്സിനൊക്കെ വളരെ ഫ്ലവർ ചെയ്യാനായിട്ടും കായകൾ ഉണ്ടാവാനായിട്ടൊക്കെ കൊടുക്കുന്ന ഒരു മൂലകമാണ്. അത് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിന് ഒന്ന് കലക്കിയിട്ട് നമ്മുടെ ചുവട്ടിൽ പയർ ചെടിയുടെ ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പിന്നീട് നമ്മുടെ പയർ ചെടിക്ക് ദിവസവും 2 നേരം വെള്ളം ഒഴിക്കാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതുമാത്രം പോരാ, നമ്മുടെ പയർ ചെടിക്ക് ഇപ്പം ചൂട് കാലം ആയതുകൊണ്ട്, ഇപ്പം മെയ് മാസമാണല്ലോ, അപ്പോൾ ചൂടാണ്, അത്യാവശ്യം നല്ല ചൂടുണ്ട്, ഇടയ്ക്ക് മഴയുണ്ടെങ്കിലും കൂടുതലും ചൂടാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഈർപ്പം നിലനിർത്താനായിട്ട് എപ്പോഴും ഒരു ഈർപ്പം നിലനിൽക്കണം എന്ന് കരുതി തീരെ അങ്ങ് ഭയങ്കര വെള്ളം കെട്ടി നിൽക്കാനും അനുവദിക്കരുത്. അത് അഴുകി പോകുന്നതിന് കാര്യം ഈർപ്പം നിലനിർത്താനായിട്ട് നമ്മളൊന്ന് പൊതയിട്ട് കൊടുക്കേണ്ടതാണ്. അപ്പം മറക്കണ്ട, 2 നേരം വെള്ളം തെളിച്ചു കൊടുത്താൽ മതിയാവും. പിന്നീട് ഈർപ്പം നിലനിർത്താനായിട്ട് ഒരു പൊതയും കൂടെ നമ്മുടെ പയർ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ഒരു പയർ ചെടിയെ പരിചരിക്കേണ്ട ഒരു രീതി എന്ന് പറയുന്നത്. നമ്മുടെ പയർ ചെടിക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രധാന വളമെന്ന് പറയുന്നത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കൂടെ ഒന്ന് ഈക്വലായിട്ടുള്ളൊരളവിനെടുത്തിട്ട് ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ ചുവട്ടിൽ വേരിൽ അടുത്തിടാണ്ട് അതിനിച്ചിരി അല്പം മാറി ഒന്ന് മണ്ണിളക്കിയിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നീട് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് വളരെ വെള്ളം കെട്ടി നിൽക്കാത്തൊരു രീതിയിലായിരിക്കണം, എയർ സർക്കുലേഷൻ ഉള്ളൊരു കണ്ടീഷനിലാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നീട് അധികമായിട്ട് ഇലകൾ നിൽക്കുന്നെങ്കിൽ, ചുവട്ടിലൊക്കെ ഇലകൾ നിൽക്കുന്നെങ്കിൽ അതൊക്കെ പിച്ചിക്കളയേണ്ടതാണ്. ഞാനിവിടെ അധികമായിട്ടുണ്ടായിരുന്ന ഇലകളൊക്കെ പിച്ചിക്കളഞ്ഞ്, എന്നിരുന്നാൽ മാത്രമേ ഒത്തിരി പൂക്കൾ ഇടാനും പുതിയ പൂക്കൾ ഒത്തിരി പൂക്കളിട്ടിട്ട് പുതിയ പയർ നമുക്ക് കിട്ടുകയും ചെയ്യത്തുള്ളൂ. ഇല അധികം ആകുമ്പോഴത്തേക്ക് ഇതിന് കിട്ടുന്ന മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്ന പോഷക ഘടകങ്ങളെല്ലാം തന്നെ ഇലയുടെ ഗ്രോത്തിനായിട്ട് അങ്ങ് പോവുകയും തന്മൂലം ഇതിന് ഒരുപാട് പൂക്കൾ ഉണ്ടാവാനുള്ള സാധ്യത കുറയുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപാട് ഇല വരുമ്പോഴത്തേക്ക് ഒന്നിടവിട്ടുള്ള ഇലകളൊക്കെ പിച്ചിക്കളയാനായിട്ട് ശ്രമിക്കാം. പിന്നീട് ഈ പിച്ചിക്കളയുന്നത് തളിരിലയാണെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ തോരൻ വയ്ക്കാനൊക്കെ എടുക്കാവുന്നതാണ്. ഇത് പിച്ചി പുറത്ത് കളയണ്ട കേട്ടോ, അതിൻ്റെ ചുവട്ടിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മുടെ പയർ ചെടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ പൊതയൊന്ന് ഇട്ടി നോക്കണം. അപ്പോഴത്തേക്ക് എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് അല്ലെങ്കിൽ കുഞ്ഞു കമ്പി ഉണ്ടെങ്കിൽ കമ്പി കൊണ്ട് ഇതിൻ്റെ മണ്ണൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ മണ്ണ് കട്ട പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്.
എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെള്ളം തളിച്ചു കൊടുത്താൽ മതിയാവും. പിന്നീട് നമുക്കിതിൽ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ജൈവ സ്ലറി നല്ലൊരു വളമാണ്. പിന്നെ നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കാവുന്ന മറ്റൊരു വളമെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, കടല പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി ഇതൊക്കെ തുല്യ അളവിനെടുത്തിട്ട് നമുക്ക് ഒരു കഷ്ണം ശർക്കരയായിട്ട് ഒന്ന് ഇതാവാനായിട്ട് ഇതൊന്ന് പുളിക്കാനായിട്ട് വയ്ക്കാം. ഒരു 5 ദിവസമൊക്കെ പുളിക്കാനായിട്ട് വെക്കുമ്പോൾ ഇതിപ്പോൾ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലാണോ വയ്ക്കുന്നത് അതിൻ്റെ കൂടെ 5 ഇരട്ടി വെള്ളം ചേർത്ത് നമ്മുടെ ചെടിയുടെ ചുവട്ടിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല ഫലപ്രദമായിട്ടുള്ളൊരു വളം തന്നെയാണ്. ചെടി തഴച്ച് വളരുന്നതിനും നിറയെ പൂക്കളുണ്ടാവാനൊക്കെ സഹായിക്കും. അതിന് പുറമേയാണ് നമുക്ക് ബോറോണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നത്. നമ്മളെപ്പോഴും പിന്നെ ഓർഗാനിക്കായിട്ട് ചാണകപ്പൊടിയൊക്കെ ഉണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ശീമക്കൊന്നയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ പൊതയിട്ട് കൊടുക്കുക, അതായിരിക്കും ഏറ്റവും വളരെ നല്ലതായിട്ടുള്ളത്. ഇപ്പം അതില്ലെങ്കിൽ ഉണങ്ങിയ പുല്ലിട്ട് കൊടുത്താലും മതിയാവും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും സുഖമായിട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹാവ് എ നൈസ് ഡേ ടു ആൾ. ഗുഡ് ബൈ.